നമസ്കാരം. ഞാൻ രമ്യ ജയപ്രകാശ് പായൻ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ആദ്യമായി ഞാൻ യോഗയെക്കുറിച്ചൊരു വീഡിയോ യൂട്യൂബിൽ ഇടുകയുണ്ടായി. അതിൽ ചിലവര് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു, വജ്രാസനം ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് കാലിൽ ചെയ്യുന്ന വിധം ഒന്നുകൂടി പറഞ്ഞു തരുമോ എന്ന്. അതുകൊണ്ടാണ് വജ്രാസനത്തെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വജ്രാസനം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ വലത് കൈ പതുക്കെ മടക്കി വലത് കൈയോട് പിടിച്ച് മെല്ലെ കാലിന്റെ പിറകു വശത്തേക്ക് കൊണ്ടുവച്ചു. അതിനുശേഷം നമ്മൾ അതിന്റെ മുകളിലേക്ക് കയറിയിരിക്കുന്നു. വലത് കൈ പതുക്കെ ഇവിടെ ഒരു ബാലൻസ് ചെയ്ത് ഇടത് കാലിൽ പിടിച്ച് പതുക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിറകിലേക്ക് കൊണ്ടുവച്ചു. എന്നിട്ട് രണ്ട് കാലിന്റെ കൂറ്റിമേലാണ് നമ്മൾ നേരെ നട്ടെല്ല് നിവർന്നുകൊണ്ടിരിക്കുന്നത്. നട്ടെല്ല് നിവർന്നിരിക്കണം. നമ്മുടെ കഴുത്ത് നേരെ ദിശയിലായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇടത് കൈ, സ്ത്രീകൾ ഇടത് കൈ മുകളിലും പുരുഷന്മാർ വലത് കൈ മുകളിലുമാണ് വെക്കുന്നത്. നമ്മൾ സ്ത്രീകൾ ഇടത് കൈ മുകളിൽ വെച്ചുകൊണ്ടാണ് വജ്രാസനം ചെയ്യുന്നത്. നെഞ്ച് വിരിഞ്ഞ് നട്ടെല്ല് നിവർന്ന് ഷോൾഡറൊക്കെ നല്ല സ്ട്രെയിറ്റ് ആക്കി വെച്ച് നമ്മൾ യോഗയിലേക്ക് ഇരിക്കണം. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു 10-15 മിനിറ്റ് ബ്രീത്തിങ് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കാവുന്നതാണ്. ബ്രീത്തിങ്ങിന്റെ റേഷ്യോ പറയുന്നത് 1:2 എന്നാണ്. അതായത് 1 എന്ന അളവിൽ നമ്മൾ ഉള്ളിലേക്ക് ഇൻഹേൽ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ 2 എന്ന അളവിൽ അതിന്റെ ഇരട്ടി സമയം എടുത്തുകൊണ്ട് വേണം നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടാൻ. അങ്ങനെ കണ്ണടച്ചിരിക്കാം. ലോകത്ത് ഒരേ ഒരു ആസനം മാത്രമേ ഭക്ഷണശേഷം ചെയ്യാനുള്ളൂ. അത് വജ്രാസനമാണ്. വജ്രാസനത്തിന്റെ ഗുണഗണങ്ങളൊക്കെ ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് കാണുക. അപ്പോൾ നമ്മൾ ഇതേ പോസിലാണ് വജ്രാസനം ഇരിക്കേണ്ടത്. വജ്രാസനം നേരെ ഇരിക്കുക. 10-15 മിനിറ്റോളം നമുക്ക് വജ്രാസനത്തിൽ വിശ്രമിക്കാവുന്നതാണ്. അതിൻ്റെ ഗുണങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മുന്നത്തെ വീഡിയോ ഒന്ന് നോക്കുക. അപ്പോൾ അതേസമയം നമ്മൾ നേരെ നട്ടെല്ല് നിവർന്നിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പതുക്കെ അതിൻ്റെ ഇരട്ടി സമയം എടുത്ത് പതുക്കെ പുറത്തേക്ക് വിടുക. വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കുറച്ചു നേരം യോഗ ചെയ്യാം. എല്ലാവർക്കും വജ്രാസനം ചെയ്യുന്ന വിധം പറഞ്ഞു തന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നമസ്തേ.